ഹായ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രോയിങ് ജേർണീനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഞാൻ ഡ്രോയിങ് പഠിച്ചതെന്നും അതിനു മുമ്പ് ഞാൻ എന്തായിരുന്നു എന്നും ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആസ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ, എൻ്റെ പേര് നന്ദന. ഞാനിപ്പോൾ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ സൈക്കോളജി പഠിക്കുകയാണ്. ആൻഡ് എൻ്റെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേസ് 1 ആ ഫേസിൽ നമ്മൾ പാസ്റ്റിലോട്ട് പോകണം. ആ ഒരു കാലഘട്ടത്തിൽ ഡ്രോയിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത, ABCD പോലും അറിയാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ ഡ്രോയിങ് ചെയ്യുമ്പോൾ അത് നോക്കി കണ്ട് അവരെങ്ങനെയാണ് ചെയ്യണത് എന്ന് നോക്കി ആ ഒരു സെയിം സ്ട്രാറ്റജി വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലുള്ള എന്തെങ്കിലും ഡ്രോയിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് വരച്ച് നോക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി വളർന്ന് 6ാം ക്ലാസ്സിലായപ്പോൾ സ്കൂളിലൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. ഒട്ടുമിക്ക പിള്ളേരും പങ്കെടുക്കുന്ന ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കുന്ന ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ. അപ്പോൾ ഞാനും എൻ്റെ പേര് കൊടുത്തു. ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് കൊടുത്തത്. പക്ഷേ അന്നേ ദിവസം എൻ്റെ കയ്യിൽ കൊണ്ടുപോകാനായിട്ട് കളറോ ഒന്നും ഉണ്ടായിരുന്നില്ല. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന കൊച്ച്, കോമ്പറ്റീഷനിലുള്ള കുട്ടി തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്രേസ് എന്നാണ് അവളുടെ പേര്. അവൾ ഇങ്ങനൊരു ക്രയോൺ ബോക്സ് നീട്ടുകയാണ്. എന്നാൽ നീ ഇത് വെച്ച് വരച്ചു. അപ്പോൾ ഐ വാസ് ആക്ച്വലി ഷോക്ക്ഡ്. അപ്പോൾ ഉള്ളൊരു കോമ്പറ്റീഷനുള്ളൊരു കുട്ടി തന്നെ നമുക്ക് ക്രയോൺ തരുന്നു, ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ ആ ക്രയോൺ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിലുള്ള ഡ്രോയിങ് അറിയാവുന്ന കുട്ടികൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് കണ്ട് പരിചയമൊക്കെ വെച്ച്, ആ ഒരു ഓർമ്മയൊക്കെ വെച്ച് നമ്മൾ ആ ഡ്രോയിങ് കോമ്പറ്റീഷന് തന്ന പിക്ചർ ഫുൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഒരു അസംബ്ലി ഉള്ള ദിവസത്തിൽ ഈ കോമ്പറ്റീഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസം ഞങ്ങൾക്ക് ആക്ച്വലി ഗ്രൗണ്ടിലല്ലായിരുന്നു അന്നത്തെ അസംബ്ലി, ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നന്ദന KS. അപ്പം ഞാനിങ്ങനെ, എനിക്കോ ആവാൻ സാധ്യതയില്ല. ഞാനങ്ങനെ ചിന്തിക്കാൻ കാരണം, ഞങ്ങളുടെ ജൂനിയർ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സെയിം പേര്, സെയിം ഇനിഷ്യൽ, നന്ദന KS. അപ്പോൾ എങ്ങനെ വരാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ടീച്ചർ ഇങ്ങനെ, നന്ദന എന്താ പോവാത്തത്, വേഗം ചെല്ല്. അപ്പോൾ ഞാനോ പക്ഷേ മിസ്സ് പറഞ്ഞ് വിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്കന്ന് ആദ്യമായിട്ട് ഡ്രോയിങ്ങിന് ഒരു പ്രൈസ് കിട്ടുകയും, ഒരു ഗോൾഡ് മെഡൽ. അന്ന് മുതൽ എന്താ പറയുക, നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് ഉണ്ടാവില്ലേ, അന്ന് വരെ ഡാൻസിലായിരുന്ന ഞാൻ ആ വർഷം മുതൽ ഡ്രോയിങ്ങിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. എനിക്ക് പറ്റും, എൻ്റെ ഉള്ളിൽ ഈ ഒരു കഴിവുണ്ട് എന്നുള്ള രീതിക്ക്. ഞാൻ ശ്രീ ശാരദ വിദ്യാലയ കാലടിയിലാണ് പഠിച്ചത്. അവിടുത്തെ എൻ്റെ ഡ്രോയിങ് ടീച്ചർ ഷീല മിസ്സായിരുന്നു. ഷീല മിസ്സിൻ്റെ അണ്ടറിൽ പിന്നെ ഞാൻ വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് ഡ്രോയിങ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ പറയുക, അച്ചീവ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ആണോ എന്നറിയില്ല, എനിക്ക് ഡ്രോയിങ്ങിനോടുള്ള താല്പര്യം വീണ്ടും കൂടുകയാണ് ചെയ്തത്. ഞാൻ ഓരോ വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് അവൻ വെയിറ്റ് ചെയ്യും. മിസ്സ് പറയണത് വേഗം ചെയ്ത് തീർത്തിട്ട് ചുറ്റുമുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിസ്സിനും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വേഗം ചെയ്ത് തീർക്കണേന് എല്ലാവർക്കും. അപ്പോൾ വേഗം ചെയ്ത് തീർക്കണേന് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ആർട്ട് സപ്ലൈസ് മിസ്സ് കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ച് എൻ്റെ വീട്ടിലോട്ട് വരും. എൻ്റെ വീട്ടിലിങ്ങനെ വീമ്പളക്കും എനിക്ക് കിട്ടി. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് എന്താ പറയുക, എൻ്റെ ഡ്രോയിങ് ജേർണി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ SNHSS ഒക്കലിലോട്ട് മാറി.
9ാം ക്ലാസ് മുതൽ ഞാൻ അവിടെയാണ് പഠിച്ചത്. ഇനിയിപ്പം അങ്ങനെ ഞാൻ ഓടി നടന്ന് ആ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് സ്റ്റേറ്റ് കലോത്സവം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓയിൽ പെയിൻറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് കുട്ടീനെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് സ്കൂളിലെ മ്യൂസിക് സാർ അജിത് സാറും പിന്നെ ഷീബ എന്ന് പറഞ്ഞൊരു ടീച്ചറും കൂടി വന്ന് ചോദിക്കണത്, ഇങ്ങനെ നന്ദന വരയ്ക്കൂലോ, ട്രൈ ചെയ്ത് നോക്കാമോ, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്കറിയില്ല, ഞാൻ ഓയിൽ പെയിൻ്റ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ട് പോലുമില്ല. ഞാനപ്പോൾ ഇങ്ങനെ പിന്നെന്താ വരയ്ക്കാമല്ലോ, ഞാൻ ചെയ്യും ആ ഒരു സാധനം. ഫുൾ കോൺഫിഡൻസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ ചെയ്യാം എന്ന് പറയുന്നു. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഒരു എന്താ പറയുക, പഠന കാലമായിരുന്നു. നമ്മൾ യൂട്യൂബ് എടുക്കുന്നു, എങ്ങനെ ചെയ്യണം, എങ്ങനെ നോക്കണം. അപ്പോഴാണ് ഞാൻ ഓയിൽ പെയിൻറ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു മീഡിയം ഉണ്ട് എന്നറിയണത്. അത് മിക്സിങ് മീഡിയം ലിൻസീഡ് ഓയിലാണ് എന്നൊക്കെ അറിയണത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒക്കെ നോക്കി എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു. അപ്പോഴും എനിക്ക് വരയ്ക്കണേൻ്റെ ബേസിക്സ് അറിയില്ല. ഞാൻ തന്നെ പഠിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് എനിക്കുള്ളത്. എന്നിട്ട് ആ ഒരു സെലക്ഷൻ വയ്ക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ സെലക്ഷൻ വെച്ചു, എന്നെ വരയ്ക്കാൻ അറിയാവുന്ന വേറൊരു കൊച്ചിനെയും വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് സബ് ജില്ലയിലെത്തുകയാണ്. സബ് ജില്ലയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരൾച്ചയായിരുന്നു ടോപ്പിക്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്തംഭിച്ചെന്ന്, ഞാനിപ്പോൾ എന്ത് വരയ്ക്കും. പക്ഷെ എൻ്റെ മൈൻഡിൽ ആ ഒരു ശാരദയിൽ നിന്ന് കിട്ടിയൊരറിവിൽ എന്താ പറയുക, ഒരു ചേച്ചി വേണം, കുടം വേണം, കാരണം വെള്ളമില്ലല്ലോ, വെള്ളം അന്വേഷിച്ച് പോകുന്നൊരു ചേച്ചിയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ വരൾച്ച കാണിക്കാനായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് വേണം, അതിനനുസരിച്ചുള്ള കളേഴ്സ് വേണം. പക്ഷേ ചേച്ചീനെ എങ്ങനെ വരയ്ക്കും, ഫേസ് വരച്ച് എന്തായാലും കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചേച്ചി അപ്പോഴപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു, ഇറങ്ങിപ്പോന്നു. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കണില്ല, കാരണം എന്തായാലും സബ് ജില്ലയിലൊക്കെ നല്ല പ്രാക്ടീസ് എടുത്ത് വന്ന പിള്ളേരാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ വരച്ച് കഴിഞ്ഞു, പോവാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിന്നപ്പോഴാണ് റിസൾട്ട് വന്നത്, ഫസ്റ്റ് പ്രൈസ്. അപ്പോഴും ഐ വാസ് റിയലി ഷോക്ക്ഡ്. കാരണം അതൊരു ലക്ക് ഫാക്ടറായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ആ ഫസ്റ്റ് സബ് ജില്ലയ്ക്ക് ഫസ്റ്റ് കിട്ടാനുണ്ടായൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഡ്രോയിങ് ജേണി എന്താ പറയുക കുറച്ചുകൂടി വളർന്നത്. അപ്പോൾ ഈ പ്രൈസ് കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴാണ് അമ്മ പറയണത്, അതിൻ്റെ ഇടയിൽ അവിടെ വേറൊരു സ്റ്റോറി കൂടി നടന്നിരുന്നു പാരലായിട്ട്. ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന അഭിരാമി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ അമ്മയും എൻ്റെ അമ്മയും സംസാരിച്ചിരുന്നു. അഭിരാമി ചേച്ചി എന്തോ കോൺസിക്യൂട്ടീവായിട്ട് കേരള കലോത്സവത്തിന് ഓയിൽ പെയിൻറ്റിങ്ങിനും എല്ലാ മീഡിയവും വാട്ടർ കളറും പെൻസിൽ ഡ്രോയിങ്ങും എല്ലാം പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അമ്മ ഇങ്ങനെ എൻ്റെ അമ്മേനെ ചോദിച്ചാൽ എവിടെയാണ് പഠിക്കുന്നത് ഡ്രോയിങ്. അപ്പം അമ്മ പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ വന്നതാണ്. അങ്ങനെയൊക്കെ പരിചയപ്പെടുന്ന ഇടയ്ക്കാണ് എൻ്റെ ഇപ്പോഴത്തെ ഗുരു, ഡ്രോയിങ് ഗുരുവായ സാറിനെ ഇങ്ങനെ സാറിൻ്റെ അടുത്താണ് അഭിരാമി ചേച്ചി പഠിക്കണേ എന്നൊക്കെ അഭിരാമി ചേച്ചിയുടെ അമ്മ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയാലോ, എന്തായാലും സബ് ജില്ലയ്ക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, ട്രൈ ചെയ്ത് നോക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എനിക്കെല്ലാത്തിനും ഓക്കെയാണ്, പണ്ട് മുതലേ ഓക്കെ അങ്ങനെ ചെയ്യണം, ഓക്കെ ഒരിതാണ്. അപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ പൗലോ സാറിനെ വിളിച്ചു. പൗലോ സാറ് പോരേന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ പിന്നെ പൗലോ സാറിൻ്റെ അടുത്ത് അങ്ങനെയാണ് എത്തണത്. അതാണ് ഫേസ് 3. ഫസ്റ്റ് ഡേ ആണ് ഫേസ് 3. ഞാൻ ഫസ്റ്റ് ഡേ സ്കൂൾ വിട്ട് നേരെ പൗലോ സാറിൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. ചിത്രപീഠം എന്നാണ് സ്റ്റുഡിയോൻ്റെ പേര്. സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക്സ് ഞാൻ ഫസ്റ്റ് പേജ് എടുത്ത് വരച്ച് തുടങ്ങി. പക്ഷേ എനിക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ തന്നെ ഒരു അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് പോരേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ എന്നാലും പ്രതീക്ഷയൊന്നും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇനിയും പോവാലോ
പ്രാക്ടീസ് ചെയ്യാലോ എന്നുള്ളൊരിതൊക്കെയായിരുന്നു. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ്, പൗലോ സാറിൻ്റെ അടുത്തുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസാണ് എന്നെ 10th സ്റ്റാൻഡേർഡിൽ കേരള സ്റ്റേറ്റ് കലോത്സവം വിന്നറാക്കിയത്. ഓയിൽ പെയിൻറ്റിങ് തന്നെ. പ്രാക്ടീസ് മാത്രമല്ല, സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പൗലോ സാറില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ്, അതായത് എന്താണ് ഡ്രോയിങ് അല്ലെങ്കിൽ എന്താണ് ഓയിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആസ്വദിച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും ചിലപ്പോൾ മനസ്സിലാക്കില്ലായിരുന്നു. ഞാൻ പണ്ടത്തെ പോലെ തന്നെ എൻ്റെ സ്വന്തം അറിവൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാവുള്ളായിരുന്നു. അപ്പോൾ സാറിൻ്റെ പരിശീലനവും പിന്നെന്താ സ്നേഹവും ക്ഷമയും എല്ലാമാണ് എന്നെ 10th സ്റ്റേറ്റ് കലോത്സവം വിന്നറാക്കിയത്. സ്റ്റേറ്റ് കലോത്സവം അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് കലോത്സവം അടിച്ച് പിന്നെ ഒരു എന്താ പറയുക, കലോത്സവത്തിനോടുള്ളൊരു ഇഷ്ടമായിരുന്നു. +1 പോയി. അങ്ങനെ സ്റ്റേറ്റ് കലോത്സവം മെമ്മറീസ് കുറേ ഉണ്ട്. അപ്പോൾ അതാണ് ഡ്രോയിങ് ജേണി. പിന്നെ 10th തന്നെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഒരു പടം വരച്ച് കൊടുക്കാൻ പറ്റി. അവരൊരു ന്യൂ ബിൽഡിംഗ് ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു പടം വരച്ചൊക്കെ കൊടുക്കാൻ പറ്റി. അങ്ങനെ പൗലോ സാറിൻ്റെയും പിന്നെ എൻ്റെ ഫാമിലിയുടെയും ഓബ്വിയസ്ലി സപ്പോർട്ട് കാരണം, പിന്നെ ഒട്ടേറെ ആൾക്കാരുടെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് കാരണം, അവർ ഒന്നും ആ ഓരോ ഭാഗങ്ങളും ഓരോ ആൾക്കാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എത്തില്ലായിരുന്നു. അപ്പോൾ അവരോടുള്ള എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും ആലോചിച്ചുകൊണ്ട് ഇവരൊക്കെ കാരണമാണ് ഞാൻ ഡ്രോയിങ്ങിലോട്ട് എത്തിയത്. പിന്നെ ഞാൻ ഫേസ് 4 പറയാനാണെങ്കിൽ UC കോളേജിൽ വന്നതിന് ശേഷം കുറേ സെലിബ്രിറ്റീസിൻ്റെ പോർട്രേറ്റ്സ് വരച്ചു കൊടുക്കാൻ പറ്റി. അതൊരു വലിയ എക്സ്പോഷറായിരുന്നു. ഓരോ പ്രോഗ്രാം വരുമ്പോഴും വന്നാര എന്നുള്ള പോസ്റ്റർ കണ്ടിട്ട് പടം വരച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഫ്രണ്ട്സായാലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ വർക്കുകൾ, ഏതെങ്കിലും കല്യാണത്തിൻ്റെ ആൾക്കാർക്കൊക്കെ വരച്ചെടുക്കാമോ, അങ്ങനെയൊക്കെ തുടങ്ങി. ഡ്രോയിങ് ഭയങ്കര എൻജോയ് ചെയ്ത് പോവാണ്. ഇപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിനായിട്ട് ഞാൻ പോകുന്നില്ലെങ്കിൽ കൂടി ഞാൻ പെരുമ്പാവൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്രപീഠത്തിൽ എന്തെങ്കിലും പോകും. കാരണം അതാണല്ലോ പൗലോ സാർ ആണ് എന്നെ ഡ്രോയിങ്ങിലോട്ട് എത്തിച്ചത്. അപ്പോൾ സാറെന്നതിലും ഉപരി ഒരു കൂട്ടുകാരനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കെന്തും പറയാൻ പറ്റുന്ന ഒരാളായിട്ടാണ് സാറിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഡ്രോയിങ് ജേണി കുറേ ഫേസസിലൂടെ, ഒന്നും അറിയാത്തൊരു കുട്ടി സെൽഫ് സ്റ്റഡി നടത്തി എന്തൊക്കെയോ അറിയുന്നു, അവിടെ നിന്ന് ചെറിയൊരു റിവാർഡ് കിട്ടുന്നു. ആ റിവാർഡിൽ നിന്ന് പിന്നെ ചെറിയൊരു ട്രെയിനിങ് പോലെ, റിവാർഡിൽ നിന്ന് ആക്ച്വലി അതിനോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. ഇഷ്ടം കൂടുന്നു, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോമ്പറ്റീഷനിലോട്ട് ഇറങ്ങുന്നു. അവിടെ ചെന്നപ്പോൾ ഐ ഗോട്ട് എ ഗിഫ്റ്റ്. അതാണ് പൗലോ സാറിന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ പൗലോ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, പൗലോ സാർ ഇപ്പോൾ ഒരു സ്റ്റോർ നടത്തുന്നുണ്ട്, സ്റ്റുഡിയോ. പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷൻ്റെ അവിടെയാണ്. ചിത്രപീഠം എന്നാണ് പേര്. പെരുമ്പാവൂർ റീജിയനിലോ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാറിൻ്റെ വർക്ക്സ് കാണാൻ പറ്റും. സാറ് വർക്ക് ചെയ്ത് തരും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ വർക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിലെത്രത്തോളം ജീവനുണ്ട്. അപ്പം സാറാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഫോർ ഡൂയിങ് ഡ്രോയിങ് മോർ ആൻഡ് മോർ. അപ്പം അത് പറഞ്ഞുകൊണ്ട് എൻ്റെ എന്താ പറയുക സ്റ്റോറി ബിഹൈൻഡ് ദ ഡ്രോയിങ് ജേർണി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.